എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് വീണ്ടും എറണാകുളത്താണ്. ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ മലരിക്കൽ എന്ന് പറയുന്ന നമ്മൾ ആമ്പൽപ്പാടം ഉണ്ടല്ലോ, 5 വർഷമായി ഞാൻ പോണത് കഴിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു KSRTC BTC യാത്ര തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രയിൽ വന്ന് മലരിക്കൽ കണ്ടിട്ട് അത് തൃപ്പൂണിത്തുറയിൽ വരും. അതായത് ഹിൽ പാലസും കണ്ട് ഇന്ന് വൈകിട്ട്, അതായത് അതിൽ വന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. ആ ബസ് യാത്രയൊക്കെ ചെയ്ത് നമ്മളെ എറണാകുളത്തിൻ്റെ രണ്ടാമത്തെ ഹോട്ടലുണ്ട്. ആക്ച്വലി പ്രശ്നബാധിത ബൂത്തായിട്ടുള്ള ആ വാക്കെനിക്ക് യൂസ് ചെയ്യാൻ തന്നെ ഒരു മടിയുണ്ട്. ഒരു ആഹാര പദാർത്ഥത്തിന് നമ്മൾ അങ്ങനെ പൂ ചേർത്തൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വളരെ മോശമാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റൊക്കെ നടന്ന തൃപ്പൂണിത്തുറയിലുള്ള അവിടെയാണ് ഈ ഹോട്ടലിലാണ് 2 മാസം മുമ്പ് നടന്നത്. ഒരു കുഞ്ഞു ഹോട്ടലാണ്. മെയിൻ ഹോട്ടൽ എടപ്പള്ളിയിലാണ്. നമ്മൾ കഴിഞ്ഞ തവണ എടപ്പള്ളിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഫുഡൊന്നും വളരെ അത്രയ്ക്ക് മോശമുള്ള ഫുഡൊന്നും അല്ലായിരുന്നു. അപ്പം തൃപ്പൂണിത്തുറയിലൂടെ പോയിട്ട് ആ ഒരു കാഴ്ചയും കൂടെ കാണാമെന്ന് ഇറങ്ങിയതാണ്. രാവിലെ 6:45 ശബരി എക്സ്പ്രസ്സിൽ വന്നിട്ട് മണി 11 ഉള്ളൂ. വേറെ വലിയ പ്ലാനിങ് ഇല്ല. വൈകിട്ട് 5 മണിക്കാണ് ഇവിടെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ആ ഒരു സൈഡ് സീലിംഗ് ഇറങ്ങിയത്. ഇവിടെ ഇന്ന് റെഡ് അലർട്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ബൈക്കൊന്നും എടുത്തില്ല. ഇന്ന് മെട്രോയിലും പൊതുഗതാഗതം യൂസ് ചെയ്തിട്ടുള്ള കൊച്ചിയിലെ കുറച്ച് കാഴ്ചകൾ, നമ്മൾ എറണാകുളത്തിൻ്റെ ഹോട്ടലിൻ്റെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പം എറണാകുളം ടൗൺ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 40 രൂപയാണ് തൃപ്പൂണിത്തുറ. ആലുവയിൽ നിന്ന് എൻ്റെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്റ്റേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ നല്ല മഴയായിരുന്നു, ഓവർകോട്ടൊക്കെ ഇറങ്ങിയ തണുപ്പായിരുന്നു. പക്ഷേ ഇപ്പം വളരെ മറ്റൊരു അന്തരീക്ഷമാണ്. മെട്രോൻ്റെ അകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ കോമ്പൗണ്ട് യൂസ് ചെയ്യണതിന് പ്രശ്നമുണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം 2 പോകണം. തൃപ്പൂണിത്തുറ വരെയാണ് ഒരു ഒറ്റ ഈ മെട്രോ ലൈനുള്ളത്. എൻ്റെ ഡെഡ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. എത്താറാകുമ്പോൾ ആൾക്കാരൊക്കെ കുറയും. സാധാരണ ആൾ കുറഞ്ഞ് സീറ്റ് കിട്ടി യാത്ര ചെയ്തത് വളരെ അപൂർവം മറ്റാണ് മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ളത്. തൃപ്പൂണിത്തുറയാണെങ്കിലും ഇത് വന്നിട്ട് തൃപ്പൂണിത്തുറ വട്ടക്കോട്ടയം മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ ആദ്യം തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. നമുക്ക് പറയുന്ന വീഡിയോ ചെയ്യുന്നവർ കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ദൂരെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവർ പെട്ടു. വട്ടക്കോട്ടയം തൃപ്പൂണിത്തുറ തന്നെയാണ്. അത് വലിയ ദൂരമൊന്നുമില്ല, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ആ വട്ടക്കോട്ടയം മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. പൊറോട്ട ഉണ്ടോ? 2 പൊറോട്ടയും ബീഫ് 2 പൊറോട്ട, ചായ ഉണ്ടോ? കഴിച്ചു, ഇവിടെ നിന്ന് പോയി കഴിച്ചു. പക്ഷേ തേങ്ങ തന്നെ പറയാം, 124 രൂപയോളമായി. 2 പൊറോട്ടയും 1 ബീഫ് കറി. ബീഫ് കറി എന്ന് വെച്ചാൽ എന്താ വാഴക്കിട്ടൊരു കറി വെച്ചാൽ കുറച്ച് പോർഷനേ ഉള്ളൂ. പെർ ഗ്രാം ഇത്രയെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു സംഭവമെങ്കിലും ചെയ്യണം. ഇത് ആക്ച്വലി തൃപ്പൂണിത്തുറ ആണെങ്കിലും ഇത് വന്നിട്ട് തൃപ്പൂണിത്തുറ വട്ടക്കോട്ടയം മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ ആദ്യം തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. നമുക്ക് പറയുന്ന വീഡിയോ ചെയ്യുന്നവർ കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ദൂരെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവർ പെട്ടു. വട്ടക്കോട്ടയം തൃപ്പൂണിത്തുറ തന്നെയാണ്. അത് വലിയ ദൂരമൊന്നുമില്ല, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ആ വട്ടക്കോട്ടയം മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. പോരാ, ക്വാണ്ടിറ്റി വൈസ് ഒട്ടും പോരാ. ഇവിടെയാണ് പറയുന്ന ആ ഒരു സംഭവം നടന്നത്. ഇൻസിഡൻറ്റ് പ്രശ്നബാധിത പ്രദേശം ഇതാണ്. എനിക്ക് രണ്ടാമത് എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെന്നുണ്ട്. വിശപ്പ് മാറിയില്ല, ഒട്ടും വിശപ്പ് മാറില്ല. ഞാനൊരു ആവറേജ് പേഴ്സണാണ്. എത്ര പറയുക, സൈസ് മണ്ണൊന്നും പറയണ്ട, എന്നാലും മെലിഞ്ഞൊരു മനുഷ്യനാണ്. 65 കിലോയ്ക്ക് അടുത്ത് വരുന്ന ഒരാളാണ്. ഞാൻ വളരെ മിതമായിട്ട് ആഹാരം കഴിക്കുള്ളൂ, വളരെ മിതമായിട്ടുള്ള ഫുഡേ കഴിക്കുള്ളൂ. എന്നെപ്പോലെ ഒരാൾക്ക് പോലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള ഫുഡ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യണത്. അത് വളരെ മോശമാണ്, വളരെ മോശമാണ്. ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ല. ഈ മെട്രോ സ്റ്റേഷനിൽ പ്രശ്നം വെച്ചാൽ ക്യാമറ യൂസ് ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ. അപ്പം തിരിച്ചിനി വാട്ടർ മെട്രോ കാഴ്ചയും കണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഡബിൾ ഡെക്കർ ബസ് യാത്ര ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം അതിന് ഭയങ്കര ഇവിടെ റെഡ് അലർട്ടാണ് എറണാകുളത്ത്. അതുകൊണ്ട് നല്ല മഴയുണ്ട്, നല്ല കാലാവസ്ഥയാണ്. ഇതുവരെ മഴയത്ത് ഇറങ്ങിയിട്ടേ ഇല്ല. എല്ലാം ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് കിടന്ന് കളിക്കുക. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഗ്യാപ്പിൽ ഒട്ടും തന്നെ മഴയുണ്ടായിരുന്നില്ല. അതിനോട് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് തൃപ്പൂണിത്തുറ വരെ പോയി. അതായത് ആലുവ തൊട്ട് തൃപ്പൂണിത്തുറ വരെയാണ് ഒരു ഒറ്റ ഈ മെട്രോ ലൈനുള്ളത്. എൻ്റെ ഡെഡ് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. എത്താറാകുമ്പോൾ ആൾക്കാരൊക്കെ കുറയും. സാധാരണ ആൾ കുറഞ്ഞ് സീറ്റ് കിട്ടി യാത്ര ചെയ്തത് വളരെ അപൂർവം മറ്റാണ് മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ മെട്രോ കയറാതെ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വാട്ടർ മെട്രോ കയറി ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചയുടെ കണ്ടു നോക്കിയല്ല. ഡബിൾ ഡക്കർ ഉണ്ടായില്ലെന്ന് അറിയില്ല, എന്നാലും ഡബിൾ ഡക്കർ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇതിൽ ഒരുപാട് ലോങ് ആയി പോകില്ലേ. എന്തായാലും ആ വാഴക്കിട്ട ബീഫ് കറി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളൊരു ഫുഡ് ബ്ലോഗറായിട്ട് ഫേമസ് ആയി വന്ന ആളല്ലേ, നിങ്ങൾക്ക് 75 രൂപയ്ക്ക് 4 പീസ്, ഒരു കുഞ്ഞ് പീസ് 4 വാഴയ്ക്ക് ഇട്ടിട്ടുള്ള ഒരു ബീഫ് കറി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബോഡി ഷെയ്മിങ് അല്ല, പുള്ളി എന്തുമാത്രം ആ ഒരു വലിയ മനുഷ്യനെ, പുള്ളിക്ക് വിശപ്പ് മാറും. നമ്മുടെയും ഒരു സാധാരണക്കാരൻ വന്നു കഴിച്ചാൽ അവന് സാധാരണക്കാരൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് മെക്ഡൊണാൾഡ്സിൻ്റെ ഐഡിയ കൊണ്ടുവന്നിട്ട് തൊട്ട് ഓപ്പോസിറ്റ് മെക്ഡൊണാൾഡ്സ് ഉണ്ട്. ഈച്ച പോലും അവിടെ കയറുന്നില്ല, അത്രയ്ക്ക് വൃത്തിയാണ് അവിടെ, ഒറ്റ മനുഷ്യയില്ല. ഇപ്പോൾ ഉള്ള ഈ ഒരു നെഗറ്റീവ് രീതിയിൽ ഒരുപാട് പേര് വന്ന് ഒരു ആകാംക്ഷയിൽ വന്ന് കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർഷം വന്ന് കഴിച്ചു നോക്കാം. ഇത് പറയണതൊക്കെ സത്യമാണെന്ന് അറിയണ്ടേ, അപ്പോഴത്തേക്കും അങ്ങനെ മുടക്കിയ പൈസ അങ്ങനെ കിട്ടും. അത് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ MG റോഡിൽ നിന്ന് വാട്ടർ മെട്രോ ഫീഡർ ബസ്സിൽ കയറി ഇപ്പം ഹൈക്കോർട്ടിലെത്തി. ഹൈക്കോർട്ട് വാട്ടർ മെട്രോ കയറി നമ്മൾ വാട്ടർ മെട്രോയെ കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് ഫോർട്ട് കൊച്ചിയും കൂടെ പോയി കണ്ടിട്ട് ഉള്ളൊരു നല്ല മഴയുള്ള സമയമാണ്, മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം. അതുകൊണ്ടും ബൈക്ക് എടുക്കാത്തത് വളരെ എന്താ പറയുക ഉപയോഗമായെന്ന് വിചാരിക്കുന്നു. ഇതുവരേക്കും മഴ അങ്ങനെ എനിക്ക് ഏൽക്കേണ്ടി വന്നില്ല. കാരണം ബസ്സിൽ എത്ര ചെയ്ത് ഇങ്ങനെ പോകാം. ഈ ഇടതുവശത്ത് നമ്മളെ മറൈൻ ഡ്രൈവ്, വലതുവശത്ത് വാട്ടർ മെട്രോ ടെർമിനലാണ്. ഈ വാട്ടർ മെട്രോ ഒക്കെ കുറച്ച് പഴകിയിട്ട് സൈഡിൽ ഒരച്ചിലും തട്ടും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത്തിരി പഴകിയതൊരു കലാകാരനോ ഒരു പുള്ളി ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞ അടിപൊളി ഫോട്ടോ എന്ന് പറഞ്ഞ്. കിതർസെ ആയേഗോ? സൂറത്ത് ഏത് ജില്ലയിലാണ്? സംസ്ഥാനത്ത് കമ്പനി കംസേ. ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷൻ, ഇതിന്റെ ഒരു ഹെഡ് ഓഫീസ് പോലത്തെ അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്തത് ഇവിടെയാണ്. നരേന്ദ്രമോദി അതിന്റെ സ്തൂപമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിലെ ഏറ്റവും മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതി ആയിരിക്കും എന്നല്ല ആണ്. മെട്രോ വാട്ടർ മെട്രോ യാത്രയൊക്കെ നടത്തിയിട്ട് തിരിച്ച് നമ്മൾ എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. 5 മണിക്കാണ് ഇവിടുന്ന് നമ്മൾ ഈ ഡബിൾ ഡക്കർ ബസ് ഇവിടുത്തെ സൈഡ് സീനിങ്ങിനായിട്ട് പോകുന്നത്. തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയായിട്ടേ ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന ഡബിൾ ഡക്കർ ബസ്സാണ്. എൻ്റെ വളരെ കുഞ്ഞിലെ എനിക്ക് 10 വയസ്സുള്ള സമയത്ത് ഇത് റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈസ്റ്റ് റൂട്ട് ശംഖുമുഖ റൂട്ടിലാണെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അമ്മയായിട്ട് ഇതിൽ കയറിയിട്ടുണ്ട്.
അമ്മ പൊതുവെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അമ്മ താഴെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മേളിൽ പോയിരിക്കണം. മേളിന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു ബസ്സായിരുന്നു. വളരെ പഴക്കം ചെന്ന ഒരു, എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിയും പഴക്കം ചെന്ന വയസ്സുള്ള ഒരു ബസ്സായിരിക്കും ഇത്. അപ്പോൾ നമ്മളുടെ എറണാകുളത്ത് വന്നിട്ട് മൃണാളിൻ്റെ ഹോട്ടലിൽ, ഹംഗറി മൃണാളിൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. കുറച്ച് നമ്മൾ മെട്രോ യാത്ര ചെയ്തു. വാട്ടർ മെട്രോയിൽ പോയി. വാട്ടർ മെട്രോ കയറിയ സമയത്ത് നല്ല മഴയായിരുന്നു. മഴ വന്നാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു തൃശങ്കൂലായിപ്പോയി. ഫുള്ള് ഗ്ലാസ്സിൽ വെള്ളം വീണ് ഈ ക്യാമറ ഓട്ടോമാറ്റിക്കലി മൈക്രോ ഇതിൽ പോകുന്നു. ആ വെള്ളത്തുള്ളികളിൽ ഫോക്കസ് ആവുന്നു. പുറത്തുള്ള കാഴ്ച കാണാൻ പറ്റുന്നില്ല. നല്ല ഫീലായിരുന്നു. ഫോർട്ട് കൊച്ചി പോയി ഇറങ്ങിയിട്ട് പുറത്തിറങ്ങാൻ തോന്നിയില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറച്ച് വെയിൽ വന്നു. കോമഡി എന്ന് പറയട്ടെ, സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോഗ്രാഫി നടക്കുമ്പോൾ ഇപ്പോൾ നീലക്കോലി ഷോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവർക്കൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഉള്ള ആൾക്കാരെ അകത്ത് കയറ്റും. ഈവൻറ്റുകൾ നടക്കുന്ന വലിയ വലിയ പ്രോഗ്രാമുകളിൽ കയറ്റുമെന്നാണ് പറയുന്നത്. വലിയ വലിയ ക്യാമറമാൻസും വലിയ വലിയ ചാനലുകൾക്കും അക്രഡേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് അകത്ത് പോകും. അക്രഡേഷനുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഈവൻറ്റുകളിൽ പോകുമെന്ന് അറിയില്ല. മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവരെ എപ്പോഴും പുറത്ത് നിർത്തും. അത് ഒരു സെലിബ്രിറ്റി സൈഡിൽ ഇവിടെ എറണാകുളത്ത് നടക്കുന്ന സംഭവം. ഇപ്പം വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ പോലത്തെ വാട്ടർ മെട്രോയിലൊക്കെ ഡിജിറ്റൽ ക്യാമറ അകത്ത് കയറ്റത്തില്ല. അത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മൊബൈൽ വെച്ചുകൊണ്ട് എന്ത് വേണം എടുത്തോളാം. എത്ര ലോ ആംഗിൾ ഷോട്ട് വേണമെങ്കിലും എടുത്തോളാം എന്ന് പറയുന്നത്. എനിക്ക് അറിയാത്തോണ്ടിരിക്കും. ഞാൻ ഐഫോൺ വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാതെ ക്യാമറ മേടിച്ച മനുഷ്യനാണ്. എനിക്കുണ്ടാവുന്ന ഇത് സംഭവം. ക്യാമറ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ പാസ് ഇഷ്യൂ. അതേപോലെ ഒഫീഷ്യൽ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ കയറ്റില്ലെന്ന് പറയുന്ന ഇഷ്യൂ. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ചെറിയ ചെറിയ വ്ളോഗർമാരെ കഷ്ടപ്പെടുത്തുകയാണെന്ന് തന്നെ പറയാം. എനിക്ക് നല്ല കഷ്ടപ്പാടുണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ബസ്സിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ബോറടിയോ, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒരു പുതിയ സംഭവമാണ്. ഹൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നല്ല അടുത്തൊരു സീനിക് വ്യൂവുമായിട്ട് നമുക്ക് അടുത്ത ഈ ബസ് എനിക്ക് ഇപ്പോഴും കൺഫേം അല്ല. നല്ല മഴയായിരുന്നു. ഇത്ര നേരം ഇവിടെ റെഡ് അലേർട്ടാണ് എറണാകുളത്ത്. അതിനടുത്ത് എൻക്വയറി ചോദിച്ചപ്പോൾ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതുണ്ടെങ്കിൽ ഈ ബസ് യാത്രയായിരിക്കും. അല്ലെങ്കിൽ വേറെ ഒരു സീനിക്ക് കാഴ്ചയുമായി അടുത്തൊരു ഈ വീക്കെൻഡിൽ കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ്.